നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവരാണ് എല്ലാവരും. ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിനകത്ത് ഏറ്റവും അധികായരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയുന്ന പേരുകൾ ആദ്യത്തേത് എല്ലാവർക്കും അറിയുന്നത് സാക്ഷാൽ ഐസക് ന്യൂട്ടൻ, രണ്ടാമത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതായിരിക്കും, ഈ രണ്ട് പേരായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ആരായാലും പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ള പേരുകൾ വരൂ. റുദർഫോർഡ്, മൈക്കൽ ഫാരഡേ, നിക്കോള ടെസ്ല, അതുപോലെ അങ്ങനെയുള്ള കുറേ സയൻറ്റിസ്റ്റുകൾ. എന്നാൽ ശാസ്ത്രലോകത്ത് ഐൻസ്റ്റീൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന ഒരേ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരേ ഉള്ളൂ. അത് മറ്റാരുമല്ല, അത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ഫിസിസിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. മാത്രവുമല്ല, അദ്ദേഹം ഒരു മലയാളിയാണ്, കേരളക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് കോട്ടയംകാരനാണ്. ഇത് ആർക്കും അറിയാത്തൊരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ECG സുദർശൻ എന്നാണ്. കോട്ടയംകാരനാണ്. തിയററ്റിക്കൽ ഫിസിക്സിൽ PhD നേടിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ദ്രവ്യത്തിൻ്റെ, നമ്മൾ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, 4 അവസ്ഥകൾ മാത്രമേ നമുക്ക് അറിയാവൂ. ദ്രവ്യത്തിൻ്റെ ഖരം, ദ്രാവകം, വാതകം. പ്ലാസ്മ എന്ന് പറയുന്നത് സൂര്യനിൽ കാണുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 12ഓളം അവസ്ഥകൾ, മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ 12ഓളം അവസ്ഥകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ആ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷനിൽ ആ ബോസ് എന്ന് പറയുന്ന പേര് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ്റെ പേര് കൂടിയാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ പേര് ചേർത്ത് വായിക്കുന്ന ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ബോസ് ആണ്. അതുപോലെ തന്നെ ഐൻസ്റ്റീൻ്റെ പേരിനോടൊപ്പം എടുത്തു വായിക്കുന്ന മലയാളിയായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ECG സുദർശനാണ്. ECG സുദർശൻ എന്ന് പറയുന്ന അദ്ദേഹം ഐൻസ്റ്റീൻ്റെ തിയറിയോട് മത്സരിച്ചൊരു വ്യക്തി കൂടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി ആകാംക്ഷയുണ്ടാവും എന്താണ് അതിന് പിന്നിലെ കാരണമെന്ന്. ECG സുദർശൻ കോട്ടയത്താണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഫിസിക്സിൽ PhD ഒക്കെ നേടി. അതുപോലെ തന്നെ പുറത്തെ സർവകലാശാലകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത് ടാക്യോണുകളുടെ കണ്ടെത്തലുകൾ വേറൊരു ഫിസിസ്റ്റാണ് കണ്ടുപിടിച്ചത്. എന്നാലും അതിന് മുന്നിലുള്ള ആശയം വെച്ചത് ടാക്യോണുകളാണ്. ECG സുദർശനാണ്. ഈ ടാക്യോണുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം, ഈ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്നത് ലൈറ്റാണ്, വെലോസിറ്റിയാണ്. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണങ്ങളായ ഫോട്ടോണുകളാണ് ലോകത്ത് ഏറ്റവും സ്പീഡ് കൂടിയ അത് എന്ന് പറയുന്നത്. അത് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി പോലും വെലോസിറ്റി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്, സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പോലും. അപ്പോൾ ഈ റിലേറ്റിവിറ്റി തിയറി പറയുമ്പോൾ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, ടാക്യോണുകൾ എന്ന് പറയുന്നത് ഇതേപോലെ ഇതുവരെയും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ടാക്യോണുകളുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ലൈറ്റിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഐൻസ്റ്റീൻ്റെ തിയറി കൂടുതലും നല്ല എല്ലാം അതിൽ പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ECG സുദർശൻ ടാക്യോൺ എന്ന് പറഞ്ഞാൽ കണങ്ങൾ, അതാണ് അത് ലൈറ്റിനേക്കാൾ അതായത് പ്രകാശത്തേക്കാൾ കൂടുതൽ സഞ്ചരിക്കുന്ന കണങ്ങളാണെന്ന് ECG സുദർശൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ്റെ തിയറി വെറും ഒരു കണങ്കഥയായിട്ട് മാത്രം മാറുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ടാക്യോണുകളുടെ ആ ഒരു ഇതിനെപ്പറ്റി. കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് കയറുന്നില്ല. അത് പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം, ടാക്യോണുകളെക്കുറിച്ചും ഫോട്ടോണുകളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് ECG സുദർശൻ്റെ തിയറി അനുസരിച്ച് ടാക്യോണുകളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ തിയറിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നോബൽ സമ്മാനത്തിന് ഒത്തിരി തവണ നിരസിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നു നോബൽ സമ്മാനം. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യക്കാർക്കിടെ ഒരു സയൻറ്റിസ്റ്റിനെ അങ്ങോട്ട് നോബൽ സമ്മാനത്തിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യൂറോപ്യൻസിന് ഒരു അവഗണനയാണ്. അതുപോലെ തന്നെ ഐൻസ്റ്റീൻ ഇതുപോലെ പണ്ട് അവഗണന ഉണ്ടായിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ചരിത്രം അല്ലെങ്കിൽ സയൻസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം നേടേണ്ട ഒരു വ്യക്തി ഐൻസ്റ്റീൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കാരണം ഒരു 3 തവണയെങ്കിലും കുറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. റിലേറ്റിവിറ്റി തിയറി, അതുപോലെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. പിന്നെ കിട്ടിയത് അദ്ദേഹത്തിന് ഇതിന് രണ്ടിലും കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റാണ്. അദ്ദേഹം ഒരു ജൂതനായതുകൊണ്ട് മാത്രമാണ് ഐൻസ്റ്റീന് ഇതുപോലെ നോബൽ സമ്മാനം കൊടുക്കാതിരുന്നത്. പിന്നീട് നോബൽ സമ്മാനത്തിൻ്റെ അവർ തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇനി കൊടുക്കാതിരുന്ന അതൊരു അവഗണന മാത്രമല്ല, അത് നോബൽ സമ്മാനത്തിൻ്റെ ഇതിന് ഒരു നാണക്കേട് കൂടിയാണെന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം അത്രയേറെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു ആളാണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പോലും നോബൽ സമ്മാനം കൊടുക്കാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കുക, ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ
എന്തിനേറെ പറയുന്നു, മലയാളി ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിലുള്ള ഒരു മലയാളിക്ക് കൊടുക്കാതിരുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല. പക്ഷേ അദ്ദേഹം ഈയിടയ്ക്ക് മരണപ്പെട്ടു പോയി. ഫിസിക്സിലെ തന്നെ ഏറ്റവും വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഇന്ത്യക്കാർക്കാണെങ്കിൽ പോലും. അപ്പോൾ ECG സുദർശൻ്റെ ഇത്തരം കണ്ടെത്തലുകൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ ടാക്യോണുകളുടെ കണങ്ങളെ ഇതേപോലെ അപ്രീഷിയേറ്റ് ചെയ്ത പക്ഷേ അതിനെ അംഗീകരിച്ചാൽ ഐൻസ്റ്റീൻ്റെ തിയറി വെറുമൊരു കണക്കഥയാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ അന്നേ പറയുന്നുണ്ട് വെലോസിറ്റി ഓഫ് ലൈറ്റാണ് ഏറ്റവും കൂടുതൽ ലൈറ്റിൻ്റെ വേഗതയാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയറി എന്നും പ്രിവെയിൽ ചെയ്ത് നിൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ECG സുദർശൻ എന്നുള്ള പേര് നമുക്ക് അഭിമാനിക്കാം. ഐൻസ്റ്റീനോടൊപ്പം മത്സരിച്ച ഒരു വ്യക്തിയുടെ പേര് ECG സുദർശൻ നമ്മളെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ കേരളക്കാർക്ക്, മലയാളികൾക്ക് അതൊരു അഭിമാനം നൽകുന്ന ഒരു കാര്യമാണെന്നുള്ളത്.